ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയനെ ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ചു എന്ന് ഏട്ടൻ പറയുമ്പോൾ എന്താ എന്നിട്ട് അതൊന്നും നടക്കാതെ പോയത്, വക്കീലന്മാരെ ആരെയും കിട്ടിയില്ലേ എന്നൊക്കെ പ്രതീക്ഷ ചോദിക്കുന്നു അനിരുദ്ധിനോട്. അനിരുദ്ധ് ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക കേട്ടോ. കേട്ടാൽ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു കള്ളം പറയാൻ പറഞ്ഞു, ജാമ്യത്തിലിറക്കാൻ ശ്രമിച്ചു പോലും. അതൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ സമയത്ത് സുമിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തിൽ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷയാണ് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെയെല്ലാം തകർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്വരമോള് പ്രതീക്ഷനെ ഇങ്ങനെ അനന്യയുടെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുക പേടിയോടെ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിയോടെ നോക്കുമ്പോൾ പ്രതീക്ഷ കുഞ്ഞിനെ കണ്ട് വാ മോളെന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പം മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അനന്യയെ വിളിക്കുക. അപ്പോൾ കൊച്ചിന് പ്രതീക്ഷന് പേടിയാണെന്നുള്ള കാര്യം പ്രതീക്ഷന് മനസ്സിലായി. അനന്യയും അനിരുദ്ധും ആകെ നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്ത് പറയണമെന്നോ എന്തോ ചെയ്യണമെന്നോ അറിയില്ല. അപ്പം മോള് പേടിച്ചിരിക്കുകയാണെന്ന് അനന്യ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും അവരെല്ലാവരും ഇങ്ങനെ മോളെ തന്നെ നോക്കുന്നു. അവിടെയും പ്രതീക്ഷൻ്റെ പ്രതീക്ഷയെല്ലാം നശിച്ചു. അപ്പം മോള് നന്നായി പേടിച്ചെന്നും മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പു മോളെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അങ്കിൾ ഐസ്ക്രീം മേടിച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞ് സ്വരമോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അപ്പു അങ്ങ് പോയി. അപ്പവും കുഞ്ഞും കൂടെ പോകുന്നത് നോക്കി പ്രതീക്ഷ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം പ്രതീക്ഷനെ നോക്കിയതും കുഞ്ഞ് കണ്ണിറുക്കി അടച്ച് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. പ്രതീക്ഷ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അനിരുദ്ധിനും അനന്യയ്ക്കും ടെൻഷനായി. സുമിത്രയാണെങ്കിലും മോനെ നോക്കി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് മോനെ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അമ്മയുടെ നേരെ ഇങ്ങനെയൊന്നും നോക്കി. നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ എന്ന് പ്രതീക്ഷനോട് ചോദിക്കാം. അപ്പം അമ്മ മനഃപൂർവ്വം അല്ലടാ, അമ്മ അറിഞ്ഞില്ല, എനിക്ക് അറിയില്ലായിരുന്നു നീ ജയിലിലാണ് എന്നുള്ളതെന്ന് നമ്മുടെ സുമിത്ര അന്നേരം പ്രതീക്ഷനോട് തുറന്നു പറയുവാണ്. പക്ഷെ പ്രതീക്ഷ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. പ്രതീക്ഷ ഒന്നും മൈൻഡേ ആക്കുന്നില്ല. അപ്പോൾ അനിരുദ്ധൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ സുമിത്ര അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ നീ എന്താ ഒരിക്കൽ പോലും എന്നോട് അതിനെപ്പറ്റി പറയാതിരുന്നത് എന്ന് ചോദിച്ചു. നേരത്തെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കില്ലായിരുന്നോ എന്നും സുമിത്ര ചോദിക്കുകയാണ്. അപ്പോൾ അനന്യ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അനിരുദ്ധ ഒരു അക്ഷരം പോലും മിണ്ടുന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ മറന്നു എന്ന് പ്രതീക്ഷ നേരം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചതി എന്നോട് ചെയ്തതേ നിങ്ങളാ എന്നും പറഞ്ഞ് അനിരുദ്ധിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. അനന്യയ്ക്ക് ടെൻഷനായി തുടങ്ങി. എന്നെ ജാമ്യത്തിൽ ഇറക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുമായിരുന്നു, പക്ഷേ നിങ്ങളത് ചെയ്തില്ല, നിങ്ങളതിനു വേണ്ടി ശ്രമിച്ചതുമില്ല. നിങ്ങൾ എന്നോട് പക പോക്കുമായിരുന്നല്ലേ. എൻ്റെ ഏട്ടൻ എന്താ ഇത്രയ്ക്ക് സ്വാർത്ഥനായിരുന്നു എന്നും പ്രതീഷ് ഇങ്ങനെ ചോദിക്കുമ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ പ്രതീഷ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി, പുതിയ നുണക്കഥകൾ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു അവസ്ഥയിൽ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നിങ്ങൾക്ക് തരാൻ മനസ്സ് കാണിച്ചവനല്ലേ ഞാൻ. എന്നിട്ടും എന്നോട് നിങ്ങളിങ്ങനെ കാണിച്ചത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രക്തബന്ധത്തിന് ഇത്രമാത്രം വിലയെ നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ളോ എന്ന് പ്രതീക്ഷ ചോദിക്കുന്നു. അനന്യ ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുക. സുമിത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അമ്മ ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഓർമ്മ കിട്ടിയപ്പോഴെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ അമ്മയ്ക്കെന്ന് ചോദിക്കുന്നു മകൻ. അമ്മ പ്രസവിച്ച മകൻ തന്നെയല്ലേ ഞാനെന്നും ചോദിച്ചു. സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നെ അങ്ങനെ അങ്ങ് മറക്കാൻ അമ്മയ്ക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇവരിങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുമിത്ര ഉള്ള കാര്യം പ്രതീക്ഷനോട് പറഞ്ഞു. മോനെ, ഞാൻ അന്വേഷിച്ചതാടാ, നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം അന്വേഷിച്ചു. പക്ഷെ നീ വിദേശത്ത് എവിടെയോ പ്രോഗ്രാമിലാണെന്നാ അനിരുദ്ധ് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര അന്നേരം പറയുവാണ്. ഞാനത് വിശ്വസിച്ച് പോയി, അതെൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറഞ്ഞു. പല തവണ നിന്നെ ഞാൻ വിളിക്കാനുള്ള നമ്പറുകൾ അന്വേഷിച്ചു, പക്ഷേ അന്നേരം ഒന്നും എനിക്ക് തന്നില്ലെന്നൊക്കെ സുമിത്ര പറഞ്ഞു. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുക, നിങ്ങളെല്ലാവരും എന്നെ വെറുത്തു, അതാണ് സംഭവിച്ചത്. അതൊരു സൗകര്യമായി കരുതി എല്ലാവരും എല്ലാം അങ്ങെടുത്തു. എത്ര സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ച വീടാണ് അമ്മ ഇത്. അമ്മയ്ക്ക് അതെല്ലാം മറക്കാൻ പറ്റുമല്ലോ. സന്തോഷം നിറഞ്ഞ് എത്രയെത്ര മുഹൂർത്തങ്ങൾ ഈ വീട്ടിലുണ്ട്. അപ്പോൾ അതിലെങ്കിലും അമ്മ എന്നെ ഓർക്കാതിരുന്നിട്ടില്ലേ? ഓർക്കാമായിരുന്നല്ലോ. ഇത്രമാത്രം എന്നെ വെറുക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുമിത്ര. അപ്പം വേണ്ട, ഒന്നും ഇനി എന്നോട് പറയണ്ട. ആ വിളി ഇനി അമ്മയുടെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണ്ട. പഴയ പ്രതീക്ഷ മരിച്ചു, ഇത് പുതിയ പ്രതീക്ഷ, നിങ്ങളുടെ ആരുമല്ലാത്ത പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കാം. ഞാൻ അനുജനാണെന്നും മകനാണെന്നും ഒക്കെ പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് അഭിമാനക്കുറവുണ്ടാകും, അതെനിക്കറിയാം. കാരണം ഞാൻ ജയിൽ പുള്ളിയാണല്ലോ. എനിക്കറിയാം ഞാൻ വെറും വേസ്റ്റാണെന്ന്. ജയിലിൽ നിന്നിറങ്ങി ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്
ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മുടെ പ്രതീക്ഷ പറഞ്ഞപ്പോഴത്തേക്ക് അനന്യ ഇങ്ങനെ പേടിയോടെ നോക്കും. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കട്ടോ വലിയ ടെൻഷനോടെ. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും എന്നുള്ള കാര്യവും പ്രതീക്ഷ പറയണം. അപ്പോൾ എവിടേക്ക് നീ പോകുന്ന കാര്യം പറയുന്നതെന്ന് സുമിത്ര അന്നേരം ചോദിച്ചേ. സുമിത്രയോടൊന്നും പറയാതെ പ്രതീക്ഷ നേരം അവിടെ നിന്ന് അങ്ങ് പോയി. പ്രതീക്ഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര ഭയങ്കര കരച്ചില്ല. അപ്പോൾ അമ്മയെന്ന് വിളിച്ച് അനുരുത്ത് ചെന്നപ്പോൾ ആ കൈയും തട്ടി മാറ്റി സുമിത്ര അകത്തേക്ക് കയറി പോയി. അനന്യം ഭയങ്കര ടെൻഷനിൽ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രഞ്ജിത ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റുമായിട്ട് വക്കീൽ രഞ്ജിതയെ കാണാൻ വന്നു. അങ്ങനെ എല്ലാ പേപ്പേഴ്സും കൊടുത്തു. പൂജയുടെ പേരിൽ രോഹിത് വിവിധ കമ്പനികളിൽ നിന്ന് ഷെയർ മേടിച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുക. രഞ്ജിത് ഇതൊക്കെ കണ്ട് ഞെട്ടി. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഡബിൾ ഇരട്ടി മടങ്ങാണ് ഇതിൽ വലുതായിട്ടുള്ളത്. ഇതിൽ ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിൽ വരും എന്നൊക്കെ പറഞ്ഞപ്പം അതെല്ലാം എനിക്കറിയാമെന്നും പക്ഷേ ഇതെല്ലാം അനുഭവിക്കേണ്ടത് എൻ്റെ മകനാണെന്നും രഞ്ജിത പറയുക അവിടെ നിന്ന്. അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നും രഞ്ജിത പറഞ്ഞു. അതിന് മേഡം നേരത്തെ പറഞ്ഞ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ള വിവാഹം നടത്തുക, എത്രയും വേഗം ആ വിവാഹം നടത്തണം, അതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം മനസ്സിൽ അതിനെപ്പറ്റി വ്യക്തമായ ധാരണകൾ എനിക്കുണ്ടെന്നുള്ള കാര്യം പറയാം രഞ്ജിത. എത്രയും വേഗം പൂജ എൻ്റെ മരുമകളാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എങ്കിൽ മാത്രമേ ഈ സ്വത്തുക്കളെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്കജും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കൂടെ വീട്ടിലേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അപ്പോൾ ഈ വക്കീലിനെ കണ്ടപ്പോൾ നമ്മുടെ പൂജയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം. ഇതാരേത്, വാ വാ എന്നും പറഞ്ഞ് അന്നേരം പൂജ അകത്തേക്ക് വിളിക്കുക. പൂജ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഈ വക്കീലിരിക്കുന്നാണ്ട് ഇങ്ങനെ നോക്കുക. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയായിരുന്നു, എന്താ മോളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. രോഹിത്തേട്ടൻ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചത് മോൾക്ക് പക്വതയാകുമ്പോൾ ഇതെല്ലാം മോളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ പറയുന്നു രഞ്ജിത. അച്ഛൻ മോൾക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം മോളുടെ തന്നെ ആയിരിക്കണമെന്നാ എൻ്റെയും ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പൂജ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ കാഞ്ഞ ബുദ്ധി ആണല്ലോ. രോഹിത്തേട്ടൻ്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ നിന്നെ പങ്കജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ പൂജ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ പങ്കജ് ഇങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു. വക്കീൽ അതിനേക്കാളും വലിയ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുന്നു. മരുമകളായിട്ടല്ല സ്വന്തം മോളായിട്ട് തന്നെ നിന്നെ നോക്കണമെന്ന് രോഹിത്തേട്ടൻ എന്നോട് പറയുമായിരുന്നു എന്നൊക്കെ രഞ്ജിത തട്ടി വിടുക. മോളുടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലികൾ മോൾക്ക് വേണ്ടി ചെയ്യാൻ മാത്രമേ അപ്പച്ച ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഈ വക്കീലിനെ വിളിച്ചു വരുത്തിയതും അതിനൊക്കെ വേണ്ടി തന്നെയാണ്. പല കമ്പനികളിലായി അച്ഛൻ മോൾക്ക് വേണ്ടി വാങ്ങിയ ഷെയറുകളൊക്കെ ഉണ്ട്, അതെല്ലാം മോളുടെ പേരിലേക്ക് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അതിന് വേണ്ടുന്ന ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് ഞാനും വക്കീലും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്ന് നമ്മുടെ പൂജ പറഞ്ഞു. ആൻറ്റി എന്നെ മകളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ആൻറ്റി ശ്രദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അച്ഛനുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും ഒന്നും നഷ്ടപ്പെടാതെ നന്നായി നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രഞ്ജിത ഇങ്ങനെ നോക്കുക തന്നെ പറയുന്നതെന്ന്, എൻ്റെ ഈ പ്രായത്തിലെ ഇതെല്ലാം കൂടി എന്നെ ഏൽപ്പിച്ച എനിക്കിതൊന്നും നോക്കി നടത്താൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ഇതേ നമ്മുടെ അമ്മയുടെയും മോൻ്റെ മനസ്സിൽ ഇങ്ങനെ ഡബിളായിട്ട് ഇങ്ങനെ എന്താ പറയുക, പുഞ്ചിരി ഇങ്ങനെ വിടർന്നേണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റി ഇതെല്ലാം നന്നായി നോക്കി നടത്തുന്നതിലേ അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പൂജ പറയാം. പൂജ പറഞ്ഞത് മമ്മി കേട്ടില്ലേ, അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി എന്ന് പങ്കജ് അന്നേരം പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രൊജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് പങ്കജ്. അപ്പോൾ മോളെ അത് പിന്നെ നീ ആൻറ്റി തൽക്കാലം ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് വയ്യ, ആൻറ്റി തന്നെ എല്ലാം നോക്കി ചെയ്താൽ മതി. ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൂജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും അവസാനം പൂജ നമ്മുടെ വഴിക്ക് തന്നെ വന്നല്ലോ എന്നും പറഞ്ഞത് നമ്മുടെ വക്കീൽ പറഞ്ഞപ്പോൾ പൂജ ഒരു പാവം കുട്ടിയാണ്. പങ്കജും അവളും തമ്മിൽ നല്ല ഇഷ്ടത്തിലുമാണ്. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷം അതെനിക്കും ഇല്ലാന്നും ഈ പുള്ളിക്കാരി പറയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഈ സ്വത്തുക്കളെല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് നോക്കി നടത്തിക്കൊള്ളാം, അതല്ലേ വക്കീലേ നല്ലത്. എത്ര കോടി രൂപയുടെ സ്വത്തുക്കളാ ഒറ്റയടിക്ക് രഞ്ജിത സ്വന്തമാക്കിയതെന്ന് വക്കീൽ അന്നേരം ചോദിക്കുക. അതും ആരുടെയും ഒരെതിർപ്പും ഇല്ലാതെ.
എല്ലാത്തിൻ്റെയും അവകാശം തൽക്കാലം എൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മുടെ രഞ്ജിത പറയുന്നു കേട്ടോ. എൻ്റെ മരുമകളുടെ ആഗ്രഹം ഞാനല്ലേ നടത്തി കൊടുക്കേണ്ടത്. അത് ശരിയാണെന്നും പറഞ്ഞു വക്കീൽ. എന്ന് പറഞ്ഞ് വക്കീൽ അങ്ങ് പോയി. രഞ്ജിത വിജയശ്രീ ലാളിതയായി അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനിരുദ്ധിനെ ആട്ടോ. അനിരുദ്ധ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ അനന്യ അങ്ങ് വന്നു. അനന്യ, എനിക്കിപ്പോഴും വിറയിൽ മാറിയിട്ടില്ലെന്ന് അനിരുദ്ധ് പറയാം. സത്യമെല്ലാം അവൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി പോയേനെന്ന് അനിരുദ്ധ് പറഞ്ഞു. പ്രതീക്ഷ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണതെന്നും തീയിൽ നിൽക്കുന്നത് പോലെ അത്രയും നേരം ഞാനവിടെ നിന്നതെന്നൊക്കെ അനന്യ പറയുകയും ചെയ്തു. അപ്പോൾ അവളെ പുറത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായേനെ. എന്താ അനിരുദ്ധ് നമ്മളിനി ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. എന്നാലും ഇങ്ങനെ അവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ആരായിരിക്കും? അപ്പോൾ അങ്ങനെ ചാടിക്കയറി ഒന്നും പറയാൻ പറ്റില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. സ്വരമോൾക്ക് പ്രതീഷിനെ ഇപ്പോൾ ഓർമ്മയില്ല. കുട്ടിക്കാലത്ത് കണ്ടതൊക്കെ അവൾ മറന്നിരിക്കുന്നു. അത് പ്രതീഷിനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പ്രതീക്ഷ തൽക്കാലം ഒന്നും പറയാതെ ഇവിടുന്ന് പോയത്. പക്ഷേ അവൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സ്വരമോളെ കണ്ടപ്പോൾ ഒരച്ഛൻ്റെ എല്ലാ ഭാവവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നുവെന്നും അനിരുദ്ധിനോട് പറയുക കേട്ടോ. ഏതായാലും മോളവനെ കണ്ടതോടെ ഭയപ്പെട്ടു, അത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ ഇവർ സംസാരിക്കുമ്പം അവൻ്റെ പെരുമാറ്റം അത് അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അനിയോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, പ്രതീക്ഷ ഇപ്പോൾ പഴയ ആളല്ല, പ്രതീഷിൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിയെന്ന്. ഇനിയിപ്പോൾ എല്ലാവരും അവൻ്റെ ശത്രുക്കളാണ്. ആ രീതിയിൽ അവൻ എല്ലാവരെയും കാണുന്നതെന്നൊക്കെ പറയുമ്പം പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അനന്യ നിൽക്കുമ്പം ഈ രക്ഷപ്പെടൽ അത് താൽക്കാലികം മാത്രമാണ് അനന്യ. ഇന്ന് അവനൊന്നും പറഞ്ഞില്ല എന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നില്ല. എന്തായാലും ഒരു ദിവസം അവൻ സ്വരമോളോടെല്ലാം പറയും. അത് ഉറപ്പായ കാര്യമാണെന്ന് അനിരുദ്ധ് പറയാം. നമുക്ക് പിന്നെ അതിനെ നിഷേധിക്കാനായിട്ടൊന്നും പറ്റില്ല എന്നും. സ്വരമോൾക്കും അത് നിഷേധിച്ച് കളയാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇനി നമ്മൾ നിഷേധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അവൻ നിയമപരമായി നീങ്ങിയാൽ മോളെ അവന് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നൊക്കെ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞാലോ എന്ന് വരെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഒരു കാരണവശാലും നീ ആരോടും വെറുപ്പ് കാണിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവനെ കൂടുതൽ പ്രകോപിതനാക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ വന്നാൽ നീ ഇപ്പോൾ ഭയപ്പെട്ടതെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ അനിരുദ്ധ് പറഞ്ഞു കൊടുക്കുന്നു. ഇനി എന്താ വേണ്ടത് എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. അത് ആലോചിച്ച് ചെയ്യാമെന്നും പറഞ്ഞ് അനിരുദ്ധ് അവിടെ നിന്ന് പോയി അനന്യ റൂമിൽ വിഷമിച്ചിരിക്കുക. ഭയങ്കര കരച്ചിലാണ് അനന്യ, ടെൻഷൻ കയറിയിട്ട്. അത് കഴിഞ്ഞ് അപ്പവും അതുപോലെ നമ്മുടെ കൊച്ചും കൂടി ഐസ്ക്രീം കഴിക്കുമ്പോൾ അതാരാ അപ്പുവെങ്കിലേന്ന് ചോദിച്ചു ഈ കുഞ്ഞ്. ബട്ടർ സ്കോച്ചിന് നല്ല ടേസ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് എന്നൊക്കെ കൊച്ചു പറഞ്ഞു. അപ്പോൾ വിഷയം മാറ്റി വിടുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബട്ടർ സ്കോച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആരാണെന്ന് വീണ്ടും വീണ്ടും കൊച്ചു ചോദിക്കാം. അപ്പോൾ അങ്കിളിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചേട്ടനെ പേടിയൊന്നുമില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്ന ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അപ്പേട്ടൻ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അയാൾ വഴക്കിടാനാണോ നമ്മുടെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ പഴയതുപോലെയല്ല, അയാൾ ആകെ മാറിപ്പോയെന്ന് അപ്പു പറഞ്ഞു കൊടുക്കുക. എന്തും ചെയ്യാനും ഇപ്പോൾ അയാൾ മടിക്കില്ല. നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചപ്പം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം, മോൾ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞ് കൊച്ചിനെ വിളിച്ചിരുത്തി ഐസ്ക്രീം കൊടുക്കുകയാണ് അപ്പു. അങ്ങനെ നമ്മുടെ അപ്പവും കൊച്ചും കൂടെ പ്രതീഷിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഐസ്ക്രീം കഴിക്കുന്നു. അങ്ങനെ അവർ ഐസ്ക്രീം കഴിച്ച് കൊച്ചിൻ്റെ ആ ഒരു പേടിയൊക്കെ കുറേ മാറ്റി അവരവിടെ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിരുദ്ധ സുമിത്രയുടെ അരികിൽ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. പ്രതീഷ് ഒരുപാട് മാറിപ്പോയല്ലേ മോനെ ചോദിച്ചപ്പം അതെ അമ്മ ഒരുപാട് മാറിയെന്ന് അനിരുദ്ധം പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനെന്താ പറ്റിയതെന്നും ഇതുപോലെ മനുഷ്യത്വം ഇല്ലാതെ സംസാരിക്കാൻ അവനെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ സുമിത്ര ഇങ്ങനെ അനിരുദ്ധിനോട് ചോദിക്കുവാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു. അവൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു, എൻ്റെ സങ്കടങ്ങളിലെല്ലാം കൂടെ നിന്നവനല്ലേ അവനിപ്പോൾ ഇതുപോലെ മാറിപ്പോയത് എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞിനിപ്പോൾ എന്താണ് പറ്റിയ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സുമിത്രയും അതുപോലെ അനിരുദ്ധും കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.